ഞാൻ ചോദിച്ചു, കാലേബേ, നീ ഈ 85-ാമത്തെ വയസ്സ് നീ പറഞ്ഞ സാക്ഷ്യത്തിന്റെ പ്രത്യേകത എന്തുവാ? യഹോവ നമ്മെ അവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും, നമുക്ക് അവരെ ഓടിച്ചു കളയാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, അവരെ ഓടിച്ചു കളയണമെങ്കിൽ ഒരു ക്ലൂ ഉണ്ട്. എന്തുവാ? കാലേബ് ഓൾറെഡി അവിടെ വെച്ച് പറയുണ്ടായി, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ. അപ്പൊ ഈ 85-ാമത്തെ വയസ്സ് നിൽക്കുന്ന കാലേബിന് ഒരു കാര്യം ഉറപ്പാ. എന്തുവാ? 40-ാമത്തെ വയസ്സിൽ ദൈവം എന്നിൽ പ്രസാദിച്ചതുപോലെ ഈ 85-ാമത്തെ വയസ്സിലും ദൈവം എന്നിൽ പ്രസാദിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. 40-ാമത്തെ വയസ്സിൽ ദൈവം തന്നെ പ്രസാദിച്ചു. ആ പ്രസാദിച്ചെങ്കിൽ മാത്രമേ ഈ ദേശം എനിക്ക് കൈവശമാക്കാൻ പറ്റത്തുള്ളൂ. 85-ാമത്തെ വയസ്സിൽ താൻ ജീവിക്കുമ്പോഴും തനിക്ക് പറയുവാനുള്ള ഒരു കാര്യം ഇതാണ്: ഞാൻ അവരെ യഹോവ അരുളിച്ചതുപോലെ ഓടിച്ചു കളയും. ഓടിച്ചു കളയുമ്പോൾ എന്താ വേണ്ടത്? ദൈവം നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ. പ്രിയപ്പെട്ടവരെ, യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കുന്ന ഒരു 85 വർഷം ജീവിക്കുവാൻ തക്കവണ്ണം ഈ മനുഷ്യന് സാധ്യമായി തീർന്നത്. ചോദിക്കട്ടെ, തുടക്കത്തിൽ ദൈവം പ്രസാദിച്ചുവെന്ന് സ്വർഗസ്ഥനാർക്ക് ദൈവം തന്നെ അരുളി ചെയ്തിട്ട് ഇന്ന് അവന് എന്നെയും നിങ്ങളെയും നോക്കി കാണുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല എന്ന് ഇസ്രായേൽ മക്കളെ നോക്കി പറഞ്ഞതുപോലെ സ്വർഗസ്ഥനാർക്ക് ദൈവം എന്നെ നോക്കി പറയുമോ എന്ന് ശാന്തമായി ചിന്തിക്കും.